ഹലോ ഗൈസ്, നമ്മളിപ്പോൾ സൗത്ത് ഗോവയിലാണുള്ളത്. ഞങ്ങൾ ഇന്നലെയാണ് സൗത്ത് ഗോവയിൽ വന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ കബോഡി രാമ ഫോർട്ടിലാണുള്ളത്. നമ്മൾ നിൽക്കുന്ന അഗോണ്ടയിലാണ്. അഗോണ്ടയിൽ നിന്നൊരു 14 കിലോമീറ്റേഴ്സാണ് ഇവിടെ ഉള്ളത്. ആൻഡ് ഈ ഒരു ഫോർട്ട് എന്ന് വെച്ചാൽ ഭയങ്കര രസമുണ്ട്. ഞാൻ നേരത്തെ നോർത്ത് ഗോവയിൽ പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ ആദ്യമായിട്ടാണ് സൗത്ത് ഗോവയിൽ വരുന്നത്. ഇവിടെ കുറേ ബീച്ചസും ഇപ്പം ചെറുതായിട്ടൊരു ഓഫ് സീസൺ ആണ്, അതുകൊണ്ട് എന്താ പറയുക, ഷോപ്സ് എല്ലാം ക്ലോസ്ഡ് ആണ് ഓൾമോസ്റ്റ്. പക്ഷെ എന്നാലും അധികം ക്രൗഡില്ല. ക്രൗഡ് ഇഷ്ടപ്പെടാത്തവർക്ക് അത്യാവശ്യം നല്ലതാണ്. ആൻഡ് ഈ ഒരു എന്താ പറയുക, ഫോട്ടോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഫോർട്ടിനകത്തെ ചാപ്പൽ. ഈ ഫോർട്ടിന് കബോഡി രാമ എന്ന് പേര് വരാൻ കാരണം വനവാസകാലത്ത് രാമനും സീതയും ഈ പ്രദേശത്ത് വന്ന് താമസിച്ചിരുന്നു എന്നാണ് ഹിസ്റ്ററി ഇതിൻ്റെ. പിന്നെ നമുക്ക് ഫോർട്ടിനകത്ത് കയറാൻ പ്രത്യേകിച്ച് ചാർജസോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. പിന്നെ ടൈമിങ് വരുന്നത് 9 to 5:30 വരെയാണ്. പിന്നെ ഇവിടുത്തെ ബീച്ചും നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. നമ്മൾ ഇങ്ങനെ സ്റ്റെപ്പ് കുറച്ച് താഴോട്ട് ഇറങ്ങണം ബീച്ച് കാണണമെങ്കിൽ. ശരിക്കും ബീച്ചെന്ന് പറയാൻ പറ്റത്തില്ല, നമുക്ക് ഒത്തിരി താഴോട്ട് അങ്ങനെ ലൈക്ക് വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. എന്നാലും അത്യാവശ്യം ഇത് കാണാൻ നമ്മൾ സൗത്ത് ഗോവയിൽ വരുവാണെങ്കിൽ അത്യാവശ്യം കണ്ടിരിക്കേണ്ട ഒരു പ്ലേസ് തന്നെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അത്യാവശ്യം നല്ല ചൂടും ഉണ്ടായിരുന്നു, അതുകൊണ്ട് അധികം നേരം അവിടെ നിൽക്കാൻ പറ്റിയില്ല. We are going to kayaking. എടി അവിടെ കുറേ പേരുണ്ടെന്ന് തോന്നുന്നു. ഉള്ളതല്ലേ? राइट जाने का तो लेफ्ट मारने का, लेफ्ट जाने का तो राइट मारने का. अब किधर अटका है ना, आपको रिवर्स लेने का, बैक पीछे बैक. ओके, इतना और कुछ नहीं करने का. सिंपल है वो काय गल बाकी. നമ്മൾ എവിടെ പോകുന്നു? ഞാൻ ഇനി പേടിയുണ്ട് ചെറുതായിട്ട്. നിനക്ക് പേടിയുണ്ടോ? ഇവിടെ കയാക്കിങ് അഗോണ്ടയിൽ തന്നെയായിരുന്നു കേട്ടോ. മസ്റ്റ് ട്രൈ ആണ്. ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും കയാക്കിങ് ട്രൈ ചെയ്യണം. ഇവിടെ വരുന്നത് 250 റുപ്പീസാണ് പെർ പേഴ്സൺ കയാക്കിങ്ങിൻ്റെ കോസ്റ്റ് വരുന്നത്. പിന്നെ ആദ്യമൊക്കെ നമുക്കൊരു പേടി തോന്നും, പക്ഷെ ഇന്നായി കഴിഞ്ഞാൽ ഭയങ്കര ത്രില്ലായിരിക്കും. പിന്നെ അധികം സമ്മർ ടൈം അല്ലേ, അപ്പം സമ്മറല്ല എന്നാലും ഇപ്പോൾ ഇവിടെ മഴയില്ലാത്തതുകൊണ്ട് അധികം വെള്ളമില്ലായിരുന്നു. അപ്പം പിന്നെ വേറെ സേഫ്റ്റി ഇഷ്യൂസും ഇല്ല. നിന്റെ തല കാണുന്നില്ല. ചക്കരെ എങ്ങോട്ടാ പോന്നേ? അടുത്ത് ഞങ്ങൾ പോയത് പാലോലം ബീച്ചിലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അഗോണ്ട കുറച്ചും കൂടെ എന്താ പറയുക, ലെസ് ക്രൗഡഡ് ആണ്. പാലോലം കുറച്ചും കൂടെ മാർക്കറ്റും കുറച്ച് ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. പക്ഷെ ബീച്ച് നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. ബീച്ച് അതിലൊന്നും ഒരിതില്ല, പക്ഷെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, അതുമാത്രം ഉള്ളായിരുന്നു, ക്രൗഡ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഈവനിങ് ഡിന്നർ കഴിക്കാൻ പോയി. ഗോവൻ താലി കഴിച്ചു. അത് അത്യാവശ്യം നല്ല ഒരു താലിയായിരുന്നു കേട്ടോ. റൈസും ഫിഷ്, പ്രോൺസ് കറി, പിന്നെ റൊട്ടി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഡെസേർട്ടും ഉണ്ടായിരുന്നു, സലാഡും. അത്യാവശ്യം നല്ലതായിരുന്നു കേട്ടോ. ഗോവൻ താലി ട്രൈ ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു, ഇപ്പോഴാണ് ട്രൈ ചെയ്യാൻ പറ്റിയത്. ബട്ട് ഇറ്റ് വാസ് ഗുഡ്. ഓവറോൾ നല്ലതായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ, ഇന്നത്തെ പ്രയാണങ്ങൾ കഴിഞ്ഞു. ഓക്കെ, ബൈ, നാളെ കാണാം.